നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക. നിങ്ങൾക്ക് ആ ഒരു എനർജി കണക്റ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുകയില്ല. കൂടാതെ തന്നെ ഒരു ബാഡ് കർമ്മ എനർജിക്ക് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യവുമില്ല കേട്ടോ. നമുക്ക് ഇതിനകത്ത് വരാഹി മന്ത്രവും മണി അഫർമേഷൻസും എല്ലാ റീഡിങ്സിലും ഞാൻ ലാസ്റ്റ് ഇടുന്നുണ്ട്. വീണ്ടും നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ച് വരരുത്. നിങ്ങൾക്ക് റീഡിങ്സ് കാണുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എവിടുന്നേ വരാഹി മന്ത്രവും മണി അഫർമേഷൻസൊക്കെ ഇടുന്നെന്നുള്ളത് കേൾക്കുന്നത്? അത് ഏത് റീഡിങ്സിലാണ് എവിടെയാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ റീഡിങ്സിൻ്റെ യൂണിവേഴ്സൽ മെസ്സേജിൻ്റെ എല്ലാ അവസാനവും ഞാൻ ഈ സാധനം ഇടുന്നുണ്ട്. നിങ്ങൾക്കത് എടുത്ത് വേണമെന്നുള്ളവർ, വിശ്വാസമുള്ളവർ അത് മുന്നോട്ടേക്ക് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നമുക്കിന്ന് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ ഹെയറോഫൻറ്റിൻ്റെ എനർജിയാണ് കേട്ടോ. നമുക്കൊരു മെയ് മാസത്തിൻ്റെ എനർജിയുടെ അസ്ട്രോളജിക്കൽ സൈന് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് കണക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മെയ് മാസക്കാരുടെ എനർജി ഇന്നത്തെ റീഡിങ്സിൽ വളരെ പോസിറ്റീവായിട്ട് വന്ന് നിൽപ്പുണ്ട്. മാർച്ച് മാസത്തിൻ്റെ എനർജി വളരെയധികം പോസിറ്റീവായിട്ട് നമ്മുടെ അസ്ട്രോളജിക്കൽ സൈൻ എനർജി ആയിട്ട് വന്ന് നിൽപ്പുണ്ട്. ആ മാസക്കാർക്കൊക്കെ ശരിക്കും കണക്റ്റഡ് ആയിട്ട് പോകും. മറ്റുള്ളവർ നമ്മൾ പറഞ്ഞാൽ ഒരു മാനിഫെസ്റ്റേഷൻ പോലെ കണക്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യണം കേട്ടോ. പൂർണ്ണമായിട്ട് ഇന്നത്തെ ഒരു ദിവസം കരിയർ പാതയെയും, അതായത് ഒരു ആക്ഷൻ കാർഡാണ് വന്നിരിക്കുന്നത്. ചില ക്രിയേറ്റിവിറ്റികളൊക്കെ ഇന്ന് നടത്തുന്ന ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നു. ഒരു പുതിയൊരു ക്രിയേറ്റിവിറ്റി, അത് ചിലരെ സംബന്ധിച്ചൊരു ഇൻസ്പിറേഷനാണ്. കുറേ കാലങ്ങൾ കൊണ്ട് മനസ്സിനെ ഇങ്ങനെ മാനിഫെസ്റ്റും പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആഗ്രഹിച്ച് നടന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ ഈ ഒരു ട്രാവലിംഗ് ആവാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം ഒരു ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നടപ്പിലാക്കുന്ന, ആക്ഷൻ എടുക്കുന്നതായിട്ടുള്ള കാണുന്നത്. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില സ്ഥലങ്ങളിൽ ഒരു സംസാരിക്കാനുള്ളൊരു അവസരം, എന്തെങ്കിലും ഒരു എന്താ പറയുക, നമുക്ക് ഒരു മോട്ടിവേഷൻ പോലെ ആരോടെങ്കിലുമൊക്കെ ഒരു ഇച്ചിരി സംസാരിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിട്ടൊക്കെ ഉള്ള ഒരു എനർജി ആയിട്ട് കാണുന്നു. അതുപോലെ ചില കാര്യങ്ങളെയൊക്കെ ഇന്ന് നിങ്ങൾക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ അഡിക്ഷൻ പോലെ നിന്ന് ഇമോഷണൽ പരമായ എന്തെങ്കിലും വേദനകൾ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ പാസ്റ്റിലെ എന്തെങ്കിലും സാഹചര്യങ്ങളിലൊക്കെ ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ കുടുങ്ങിക്കിടന്നെങ്കിൽ ആ ഒരു വേദനയിൽ നിന്നൊക്കെ ഇന്ന് നിങ്ങൾക്കൊരു ആക്ഷൻ എടുത്ത് മൂവ് ഓൺ ചെയ്ത് പോകാൻ സാധിക്കുന്ന ഒരു വളരെയധികം സ്ട്രോങ് എനർജി, അല്ല ഊർജ്ജസ്വലതയോട് കൂടിയും പവർഫുള്ളായിട്ടൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ കാണുന്നത്. ഒരു മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ചില ചീറ്റിംഗ് എനർജികളെ നിങ്ങൾക്ക് ഇന്ന് തിരിച്ചറിയാൻ പറ്റും. നിങ്ങളെ വളരെ ശക്തമായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് വേറെ അവസരങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളിലേക്ക് നിങ്ങൾ കണക്റ്റ് ചെയ്ത് വെച്ചിരുന്ന ചില സാഹചര്യങ്ങളെ നിങ്ങൾക്ക് ഇന്ന് മൂവ് ഓൺ ചെയ്ത് കളയാൻ, അല്ലെങ്കിൽ അത് ചീറ്റിംഗ് ആണ്, നിങ്ങൾ ചതിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളെ മോശമായിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന പോലല്ല അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ഒരു എനർജി, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിങ്ങളെ കാണുന്നത് ശരിക്കും നിങ്ങളുടെ മുന്നിൽ പുറമേ കാണിക്കുന്നതല്ല എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയും നിങ്ങൾക്ക് ഒരു മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് മാറിപ്പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു തിരിച്ചറിവ്, ഒരു ഗൈഡൻസ് ഒക്കെ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ആരെങ്കിലുമൊക്കെ ഒരു മനസ്സ് തുറന്ന് സംസാരിക്കുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ ചില ഫ്രണ്ട്ഷിപ്പിലൊക്കെ വിള്ളലുണ്ടായിരുന്നെങ്കിൽ, ഒരകൽച്ചയിലൊക്കെ നിന്ന ഫ്രണ്ട്ഷിപ്പ് എനർജിയൊക്കെ കൂട്ടിച്ചേർക്കാൻ അല്ലെങ്കിൽ കൂടിച്ചേരാനുള്ള ഒരു അവസരമൊക്കെ ഇന്ന് നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. ഒരു ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു സന്തോഷം നിറഞ്ഞ രീതിയിലുള്ള ചില സമയങ്ങൾ പങ്കുവയ്ക്കാൻ, ഒരു എന്താ പറയുക, ഒരു സെലിബ്രേഷൻ എനർജിയൊക്കെ ഇന്ന് ലൈഫിൽ കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഒരു സ്റ്റക്കായിട്ട് നിന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഒരു പ്ലാനിങ്ങിലായിരുന്നു, മനസ്സുകൊണ്ട്
കൊണ്ട് ചില പ്ലാനിങ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബേസിക്കായിട്ട് ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മതപരമാകുന്ന ചില വ്യക്തിബന്ധങ്ങളിൽ നിന്നാവാം, അല്ലെങ്കിൽ ചില ജസ്റ്റിസ് പോലെ എന്തെങ്കിലും ഒരു മധ്യസ്ഥതയൊക്കെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. സ്റ്റക്കായിട്ട് നിന്ന്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു പ്ലാനിങ്ങോട് കൂടി നിന്നിരുന്ന ചില കാര്യങ്ങൾക്ക് ഒരു ബ്ലോക്കേജ് ഫീൽ ചെയ്തെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ പരമാകുന്ന ഏതെങ്കിലും ബന്ധങ്ങളിൽ വിള്ളലുണ്ടായിരുന്ന, അകൽച്ച ഉണ്ടായിരുന്ന, അത് സഹോദര ബന്ധങ്ങളാവാം, ഫാമിലി എനർജി ആവാം, വ്യക്തിബന്ധങ്ങളാവാം, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാസ്റ്റിലെ ഏതെങ്കിലും ഒരു റിലേഷനുമായിട്ട് നിങ്ങൾക്കൊരു സ്വരച്ചേർച്ചയില്ലായ്മയോ അല്ലെങ്കിൽ ഒരു അകൽച്ചയൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു മധ്യസ്ഥതയോടുകൂടി ഒരു ഒത്തുതീർപ്പിൻ്റെ എനർജി കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് തമ്മിലൊന്ന് സംസാരിക്കുക, അത് മതപരമാകുന്ന ചില സ്ഥലങ്ങളിൽ വെച്ചാവാം, നമ്മുടെ എന്താ പറയുക, വിശ്വാസപ്രകാരമുള്ള പള്ളിയോ അമ്പലമോ അങ്ങനെയുള്ള എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു പ്രഷ്യസ് ആയ ഒരു സ്ഥലത്ത് വെച്ചൊരു കണ്ടുമുട്ടലും ഒരു കമ്മ്യൂണിക്കേഷനും, അതുപോലെ തന്നെ ആ ഒരു നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റക്കായ അവസ്ഥ, ഒരു അകൽച്ച ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻസ് മറ്റൊരാളുടെ എനർജിയോടുകൂടി, മറ്റൊരാളുടെ സാന്നിധ്യത്തോടു കൂടി കണക്റ്റഡ് ആകാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. അതായത് ഒരു പൂർണ്ണമായും ഒരു ഹാപ്പിനെസ്, ഒരു സെലിബ്രേഷൻ, ആഘോഷമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഒരു കോൺഫിഡൻസ് ഒക്കെ ലൈഫിൽ വന്നു ചേരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഫെമിനിയൻ എനർജി ഉണ്ടായിരുന്നു, ബ്ലോക്കിംഗ് എനർജി ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു സംശയം വരുത്തിക്കുക, ഒരു വിശ്വാസമില്ലായ്മ കൊണ്ടുവന്ന് ചേർക്കാൻ ഇടവരുന്നതുമൊക്കെയായ ചില സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതൊരു ഫെമിനിയൻ എനർജിയുടെ കൈകടത്തലിൻ്റെ ഫലമായിട്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് എൻഡാകുന്നു. അതായത് നിങ്ങൾ ഭയപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട്, വളരെയധികം കോൺഫിഡൻസോട് കൂടി നോക്കിയിരുന്ന ആ ഒരു വ്യക്തി, ഒരു ഫെമിനിയൻ എനർജി നിങ്ങൾക്കിടയിൽ വളരെ ഒരു വിള്ളൽ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ ബന്ധങ്ങളിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫെമിനിയൻ എനർജിയുടെ പരാജയമാണ്. അതായത് നിങ്ങൾ എവിടെയൊക്കെയാണോ പിന്മാറി നിന്നത്, മാറി നിന്നിരുന്നത്, ആ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് കണക്റ്റഡ് ആകാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ ഇമോഷണൽ ബാലൻസോട് കൂടി ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നു, ആക്ഷൻ എടുക്കാൻ പറ്റുന്നു. നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ശക്തമാകുന്ന ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ചില തിരിച്ചറിവുകൾ, ചില പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. ചില സിറ്റുവേഷൻസിനെ, ഇമോഷണൽ പരമാകുന്ന ചില സിറ്റുവേഷൻസിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ എൻഡാക്കി കളയുന്നു എന്നാണ് കാണുന്നത്, ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് തോന്നുന്നു ഒരു പ്രണയമാവാം, ഒരു ഇമോഷൻസ് ആവാം, നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾ അതിനെയെല്ലാം അവോയ്ഡിങ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യത്തെ തന്നെ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതൊരു ടോക്സിക് ആയിട്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് പെയിനാണ് ലഭിക്കുന്നത്. നിങ്ങളൊരു നിങ്ങളെ മറന്ന് നിങ്ങളൊരു സിറ്റുവേഷൻസിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, അതായത് അത്ര ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ, എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്കതിൽ നിന്ന് ഒരു പരിഗണന ലഭിച്ചിട്ടില്ല. ടോക്സിക്കാണ്, അപമാനിക്കപ്പെടുക അല്ലെങ്കിൽ വേദനിക്കപ്പെടുക എന്നുള്ളൊരു അവസ്ഥ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ആ ഒരു പേഴ്സൺ പൂർണ്ണമായും നിങ്ങളെ ബ്ലോക്കിംഗ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി ആവാം. ഇമോഷണൽ പരമാകുന്ന ഒരുപാട് നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് സന്തോഷം പകരുന്ന സാഹചര്യങ്ങളും അവസരങ്ങളും എല്ലാം ഉണ്ടായിട്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇതിനേക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു ലോകം ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നിങ്ങൾ വന്ന് നിൽക്കുന്നത്. എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തെ വിട്ടു പോകേണ്ടതായ ചിലപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജി കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു എനർജിയെ നിങ്ങൾ കണക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറന്നു പോകുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങളോട് തിരിച്ചു പോകാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. നിങ്ങളെ സ്വീകരിക്കാൻ പറ്റുന്ന നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്മ തിന്മകളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഫാമിലി എനർജി ആവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി മറ്റൊരു സിറ്റുവേഷൻസ് ഉണ്ട്, അതിലേക്ക് തിരിച്ചു പോകുക എന്നാണ് നിങ്ങളോട് ഡിവൈൻ പോലും പറയുന്നത്. കാരണം ഇതൊരു ടോക്സിക്കാണ്. നിങ്ങൾ അത്ര പ്രഷ്യസ് ആയിട്ട് ചേർത്ത് പിടിക്കുന്ന നിങ്ങൾക്ക് ടോക്സിക്കാണ്. നിങ്ങൾക്ക് അതിൽ നിന്നും വേദന അല്ലാണ്ട് വേറെ ഒന്നും ലഭിക്കാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഗൈഡൻസ് കിട്ടുന്നുണ്ട്. മറ്റാരൊക്കെയോ നിങ്ങൾക്ക് നല്ലൊരു തിരുത്തി പറയുന്നുണ്ട്, നിങ്ങൾക്ക് തിരുത്തി തരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത്. ആ ഒരു സിറ്റുവേഷൻസ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കല്ലാത്തത്, നമുക്ക് അർഹതയില്ലാത്തത്, നമുക്കായിട്ട് വിധിച്ചിട്ടില്ലാത്തതിന് എന്ത് ചെയ്യുക, ഒരു പരിധി വരെ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടും അതിൽ നിന്ന് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം. കാരണം ഇന്ന് ഇമോഷണൽ പരമാകുന്ന പല കാര്യങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്യണമെന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. നിങ്ങൾ അതിന് തയ്യാറായേ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതുപോലെ കുറേ വ്യക്തികളുടെ കർമ്മ എൻഡിങ് ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങളെ, ചീറ്റിംഗ് എനർജികളാവാം, അതുപോലെ ഇമോഷണൽ പെയിൻ ആവാം, ആരുടെയെങ്കിലുമൊക്കെ വിയോഗം, പെട്ടെന്ന് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ ഒരു വിയോഗത്തിൻ്റെ എനർജി നിങ്ങളെ നേരിടുന്നുണ്ടായിരുന്നു കാണാം. ഇതെല്ലാം അവസാനിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, ഒരു സ്പിരിച്വൽ പാതയിലേക്ക്, കുറച്ചൊരു സ്പിരിച്വൽ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ചെറിയ ഹാർട്ട് ബ്രോക്കണുകൾ ഇന്നത്തെ ദിവസം നേരിടേണ്ടി വരും കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് വളരെ പ്രഷ്യസ് ആയിട്ട് എവിടെയാണോ ഇൻവോൾവ് ആകുന്നത് ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രോക്കൺ എനർജി ഇന്ന് നേരിടേണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്കതൊരു ഇന്നർ ഗൈഡൻസ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ആ ഒരു നെഗറ്റീവാണ് എന്നിലേക്ക് വരാൻ പോകുന്നത് ഇന്നത്തെ ദിവസം, ഇന്ന വ്യക്തികളിൽ നിന്ന് എന്നുള്ളതും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. എന്താണേലും ഇന്നത്തെ ഒരു എനർജി ഞാൻ നോക്കിയിട്ട് നിങ്ങളിൽ കുറേ ആളുകളുടെ ബാഡ് കർമ്മ എൻഡ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഹീലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ കുറേ പ്രശ്നങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിപ്പിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു സ്പിരിച്വൽ പാതയിലേക്ക് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ലൊരു വിസ്ഡം, നല്ലൊരു അറിവോടുകൂടി, വിവേകത്തോടുകൂടി നിങ്ങൾക്ക് പല കാര്യങ്ങളെയും കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്പിരിച്വൽ പാതയിലേക്ക് പോകുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഹാർട്ട് ബ്രോക്കൺ സംഭവിക്കുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ചെറിയ ചീറ്റിംഗ് എനർജി നേരിടേണ്ടി വരും. അത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്പിരിച്വലി എനർജിയുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആകുമ്പം നമുക്ക് പരീക്ഷണങ്ങൾ ഒരുപാട് വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ബന്ധങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടി വരും. വീണ്ടും 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 നമ്മളെ എന്ത് ചെയ്യും, നെഗറ്റീവിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കും നമ്മൾ സ്പിരിച്വലി ആകുന്ന സമയത്ത്. അപ്പോഴല്ലേ എന്ത് ചെയ്യണം, ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകണം. പെയിൻ ആയിരിക്കാം നമ്മളെ ഏറ്റവും കൂടുതൽ തകർക്കുന്നത്. കാരണം നമ്മുടെ പാസ്റ്റിലെ പല മിസ്റ്റേക്കുകളും, മനുഷ്യന് തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. അപ്പോൾ പാസ്റ്റിലെ പല മിസ്റ്റേക്കിനെ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും നമ്മളിലേക്ക് റീകണക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ സ്പിരിച്വലിയുടെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് എത്താൻ തുടങ്ങുന്നതനുസരിച്ച് പോസിറ്റീവും നെഗറ്റീവുമാകുന്ന രണ്ട് സിറ്റുവേഷൻസിലിട്ട് നമ്മളിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷൻസിനെ അതിജീവിക്കുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തം. അതുപോലെ അബണ്ടൻസ്, നിങ്ങൾക്ക് ഇന്ന് നിങ്ങളെ ഒന്ന് ഫോക്കസ് ചെയ്യണം. നിങ്ങളൊരു പ്രാധാന്യം കൊടുക്കണം. നിങ്ങളുടെ വാല്യൂ ഒന്ന് തിരിച്ചറിയുക. അതായത് നിങ്ങൾക്ക് വാല്യൂ നൽകാത്ത ഇടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മാറി നിൽക്കുക എന്നുള്ളതിനെ നിങ്ങൾ വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇന്നൊരു സക്സസ് എനർജി, ഒരു സെലിബ്രേഷൻ, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ആഘോഷങ്ങൾ, വിവാഹമോ ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം, ഒന്നിലധികം വ്യക്തികൾ ചേർന്നുള്ള ഒരു സെലിബ്രേഷൻ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു ആഘോഷം, ഒരു മറ്റെല്ലാവരോടും ചേർന്ന് ഒരു ഹാപ്പിനെസ്സോടു കൂടി മുന്നോട്ടേക്ക് പോകുന്ന ഒരു ദിവസത്തിൻ്റെ എനർജി കുറേ ആളുകളിൽ കണക്റ്റഡ് ആണ്. കുറച്ച് എഫോർട്ടിങ് എനർജി ഉണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഇമോഷൻസിനെ എല്ലാം വിട്ടുകൊണ്ട്,
സക്സസ്സിലേക്ക് പോകുക എന്ന മനസ്സോടുകൂടി നിൽക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ലൈഫിൽ ഒരു ചേഞ്ചിങ് വരുന്നുണ്ട്. അതായത് ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു അഡിക്ഷൻ എനർജി, ആ ഒരു അടിമത്തത്തിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ ഒരു എഫോർട്ട് എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നു. അതായത് ഇമോഷൻസ് അല്ല ലൈഫിൽ വേണ്ടത്, സക്സസ് ആണ് അല്ലെങ്കിൽ മാറ്റങ്ങളാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കുറേ ആളുകളിലേക്ക് കണക്റ്റഡ് ആകപ്പെടുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് വരുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് ചേഞ്ചിങ് ആണ് കേട്ടോ. അതായത് നമ്മളൊരു വിദേശ വാസം പോലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. ചിലപ്പോൾ അതൊരു ഒറ്റപ്പെടലാവാം. കുറച്ച് കാലത്തേക്ക് നിങ്ങൾക്ക് ആരുമായിട്ടുള്ള ഒരു സമ്പർക്കമില്ലാത്ത വിധം ഒറ്റപ്പെട്ട് നിങ്ങൾ നിൽക്കുന്നതാവാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ നേടണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. ഒരു ഫയർ എനർജി, അതായത് ക്രിയേറ്റിവിറ്റികൾ ഫീൽ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഐഡിയാസുകൾ നിങ്ങളിലേക്ക് വന്നു ചേരുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ആക്ഷൻ, എന്ത് കാര്യത്തിനും സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം ഉറച്ച മനസ്സോടുകൂടി സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്കൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ മാറുന്നു എന്നാണ് കാണുന്നത്. ശരിക്കും കുറേ തിരിച്ചറിവുകളുടെയും കുറേ കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഹീലാക്കി അവസാനിപ്പിച്ച് കളയുന്ന എൻഡാക്കി കളയുന്ന സിറ്റുവേഷൻസുകളും പാസ്റ്റിലെ കുറച്ച് പെയിനുകളെയൊക്കെ നിങ്ങൾക്ക് ഹീലാക്കാനൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് മനസ്സിനെയും ശരീരത്തെയും കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റും. അതായത് ഒരു സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലേക്കാണ് ഇന്ന് നിങ്ങൾ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ നിങ്ങളിലേക്കൊരു തിരിഞ്ഞു നോക്കുന്നു, നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളൊന്ന് ഉറച്ച ഒരു മനസ്സോടുകൂടി നോക്കാനും അതുപോലെ ഒരു ഇന്നർ ഗൈഡൻസിന് നിങ്ങളുടെ മനസ്സ് പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനുമൊക്കെ നിങ്ങൾക്ക് ഇന്ന് സാധിക്കുന്നു. അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഒരു സ്ട്രോങ് എനർജിയിലേക്ക് വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു തീരുമാനം. ലൈഫിലൊരു ഇൻവെസ്റ്റ് വേണം. അതായത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ നേടണം. അതായത് ഭയത്തെ അതിജീവിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഈ ഉത്കണ്ഠ, വേണോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷൻ, ഭയം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം അതിജീവിക്കുക. മോശമാകുന്ന സിറ്റുവേഷൻസ്, മോശമാകുന്ന വ്യക്തിബന്ധങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വരുന്നുമുണ്ട്. മാത്രവുമല്ല മോശമാകുന്ന വ്യക്തിബന്ധങ്ങളെ, നിങ്ങൾക്ക് പരാജയം വരുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. അതായത് നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ, അതായത് ഒരു ഗാർഡിയൻ എനർജിയിൽ, ഫാദർ എന്നൊക്കെ പറയുന്ന ആ ഒരു എനർജിയിൽ പവർഫുള്ളായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ചെറിയ രീതിയിലൊരു ഡാർക്ക് എനർജി ഇന്ന് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അതായത് വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ആയിട്ടൊരു തർക്കമോ ഫൈറ്റിംഗ് എനർജി, ഒരു വാക്ക് തർക്കമോ മറ്റുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ഒരു സമാധാനപരമായിട്ട് കണക്റ്റ് ചെയ്ത് പോകാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഫോക്കസ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റിയാണ് വരുന്നത്. അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എനർജി, ഫിനാൻസ് സംബന്ധമാകുന്ന കാര്യങ്ങളിൽ ഇന്നത്തെ ദിവസം ഒരു റിലാക്സിങ് എനർജിയാണ് കേട്ടോ. എല്ലാം ഒന്ന് സമാധാനപരമായിട്ട് കാണാനും സമാധാനപരമായിട്ട് എല്ലാ സിറ്റുവേഷൻസിനെയും കണക്റ്റ് ചെയ്യാനുമൊക്കെ പറ്റുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കുറച്ച് ബൗണ്ടറി എനർജി ഇട്ടേക്കുക കേട്ടോ. ചില കാര്യങ്ങളിലൊരു നെഗറ്റീവ് തോട്ട്സ്, അത് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഒരു ബന്ധന അവസ്ഥയിലാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത് പോലെ ഒരു ട്രാപ്പ്ഡ് എനർജി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ, അതുപോലെ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം ഇമോഷണലി വ്യക്തിബന്ധങ്ങളുടെ മുഖത്ത് നോക്കി നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ചില സ്ഥലത്ത് നമ്മൾ അറുത്തു മുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോഴൊക്കെ നമുക്ക് പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ ഉണ്ടാവും ചില വ്യക്തികളെ നോക്കി. അങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യണം. ഇന്നൊരു സെൽഫ് ലവ് എനർജിയിലേക്ക്, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയൊരു ഇമോഷൻസ് ഫീലിംഗ് ചെയ്യുന്ന ദിവസം, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ആത്മാഭിമാനം ഫീൽ ചെയ്യുന്ന ഒരു ദിവസമായിട്ടൊക്കെയാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഒരു ട്രാവലിംഗ് എനർജിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതല്ല എങ്കിൽ കുറേ നാളുകൾ കൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ട്രാവലിംഗ് ഇന്ന് നിങ്ങൾക്ക് സാധ്യമാക്കാൻ പറ്റുന്നുണ്ട്. അത് ഒരുമിച്ച് ഫാമിലിപരമായിട്ടാവാം, അതല്ലെങ്കിൽ സൗഹൃദ ബന്ധങ്ങളോടൊപ്പമാകാം. എന്താണെങ്കിലും ഒരു ട്രാവലിംഗ് എനർജിയൊക്കെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം നൽകുന്നതായിട്ട് കാണുന്നുണ്ട്.
ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് സക്സസ് എന്നാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സക്സസ് ആണ് ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്നാണ്. ഏതാനും അടുത്ത സമയങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം സംഭവിക്കും. നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ എനർജി ഉണ്ട് എന്ന് തന്നെയാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്കിങ് ചെയ്യുന്ന ആ ഒരു കാര്യം യെസ് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന അത് പോസിറ്റീവും ആവാം നെഗറ്റീവും ആകാം. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴും നിങ്ങളൊരു ഓർമ്മകളിലേക്ക് കണക്റ്റ് ചെയ്ത് വരുന്ന ഒരു സംശയം, യെസ് ഓർ നോ എന്നുള്ള സംശയം എന്താണോ അത് യെസ് എന്നാണെന്നാണ് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.